മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കാര്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു 2 ടൈപ്പ് ഓഫ് ഗ്രീൻ പീസ് കറി ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇന്ന് അമൃതം പൊടി കൊണ്ടൊരു അട ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ജാനിക്കുട്ടിക്ക് അംഗൻവാടിയിൽ നിന്ന് അമൃതം പൊടി കിട്ടും കേട്ടോ. പക്ഷേ അതും കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാവുന്ന ഓരോ വെറൈറ്റീസ് ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പുട്ടുണ്ടാക്കാറുണ്ട്. അമൃതം പൊടി കൊണ്ട് നമ്മളൊരു ദോശ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്നുകൂടെ റെക്കോർഡ് ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ ദോശ, പിന്നെ കുറുക്കായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് പറയുന്നത്. പക്ഷേ ജാനിക്കുട്ടി അത് കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇനി അടുത്തൊരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അമൃതം പൊടി കൊണ്ട് അട. ഇതിൻ്റെ അകത്ത് പഴവും അതുപോലെ തന്നെ ചക്കപ്പഴവും അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. അമൃതം പൊടി മാത്രം, കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ ചതച്ച നമ്മുടെ ഏലക്കയും ഒക്കെ കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുത്തോട്ടെ. ഇത് ശർക്കര പാനിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലപോലെ നെയ്യ് ഇടുക. കാരണം ഇത് ഭയങ്കര പെട്ടെന്നാണ് കട്ടിയാവുന്നത്. കട്ടിയായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പരത്താനൊന്നും പറ്റത്തില്ല. തൊടുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ലഞ്ചും കൂടി എൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചു കേട്ടോ. ചിക്കൻ ഫ്രൈയും സാലഡ് ഇത് സൈഡിൽ അമ്മ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ ഇത് അട ചൂടാക്കിയല്ല, വേവിച്ച് എടുത്തു. ഇഡലി കുട്ടകത്തിലിട്ട് വേവിച്ച് എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അമൃതം പൊടി കഴിക്കുന്ന സമയത്ത് എപ്പോഴും പിണ്ണാക്കിൻ്റെ കാര്യം ഓർമ്മ വരും. പണ്ട് വീട്ടിൽ മില്ലുണ്ടായിരുന്നേ. അപ്പോൾ മില്ല് തേങ്ങ ആട്ടുന്ന സമയത്ത് ഇങ്ങനെ പിണ്ണാക്ക് വരത്തില്ലേ, ആ പിണ്ണാക്ക് കറക്റ്റ് അതേ രൂപം തന്നെയാണ് ഇതിന്. പിണ്ണാക്കിൻ്റെ ഒരു മണവും ടേസ്റ്റും അല്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പിണ്ണാക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു തരിതരി കിട്ടുമ്പോഴും എനിക്ക് പിണ്ണാക്ക് ഓർമ്മ വരും. പക്ഷേ അത് അതുപോലല്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല. നെയ്യും ശർക്കരയൊക്കെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്തേക്ക് തേങ്ങയൊക്കെ ഇടാൻ അമ്മ സജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് തേങ്ങ ഇടാൻ തോന്നിയില്ല. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും പുതിയൊരു വെറൈറ്റി കണ്ടുപിടിച്ചു. ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കണമല്ലോ.